ഹമിടെക് ഗ്രാഫിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹമിടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതായത് നമുക്ക് വാട്സപ്പിലൂടെ ഇനി സ്റ്റിക്കറുകളും അയക്കാൻ സാധിക്കും. എന്നാൽ ഈ അപ്ഡേറ്റ് ഇപ്പോൾ GB വാട്സപ്പ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. നോർമൽ വാട്സപ്പിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പം അപ്ഡേറ്റിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാറ്റ് ബോക്സിന് ഇടത് സൈഡിലുള്ള ഈ സ്മൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കൂട്ടുകാർക്ക് 3 ഐക്കണുകൾ കൂട്ടുകാർക്ക് താഴെ കാണാൻ സാധിക്കും. ഒന്ന് നമുക്ക് സ്മൈലികൾ അയക്കാൻ വേണ്ടിയുള്ള ഐക്കൺ, രണ്ടാമത്തെ ജിഫ് അയക്കാനുള്ള ഐക്കൺ. ഇതുകൂടാതെ അഡീഷണലായിട്ട് കാണുന്ന ഈ ഐക്കണിലാണ് പുതിയ നമ്മുടെ ഫീച്ചർ ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് സ്റ്റിക്കറുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ട സ്റ്റിക്കറുകൾ അയക്കാൻ സാധിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സ്റ്റിക്കറുകൾ ഇവിടെ നിന്ന് നമുക്ക് ആർക്ക് വേണമെങ്കിലും അയക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റിക്കറുകൾ മാത്രമേ ഉള്ളൂ. ഇനി കൂടുതൽ സ്റ്റിക്കർ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കൂട്ടുകാർക്ക് കുറച്ചധികം സ്റ്റിക്കറുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഓരോരോ കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ സ്റ്റിക്കറുകളെല്ലാം ഇവിടെ കാണപ്പെടുന്നത്. നമുക്ക് ഏത് കാറ്റഗറി വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. തൽക്കാലം ഞാൻ ഈ ഒരു കാറ്റഗറി ഡൗൺലോഡ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് അഡീഷണൽ സ്റ്റിക്കറുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കറുകളെല്ലാം നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത സ്റ്റിക്കറുകളൊന്നും നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനും പറ്റും. അതിനായി നമ്മൾ നേരത്തെ ചെയ്തോട്ട് അഡീഷണൽ ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ മൈ സ്റ്റിക്കേഴ്സ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും 2 കാറ്റഗറിയിലുള്ള സ്റ്റിക്കറുകളെ നമുക്കിവിടെ ഉള്ളു. ഇതിൽ ഏത് കാറ്റഗറി വേണമെങ്കിലും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാറ്റഗറിയിലുള്ള സ്റ്റിക്കറുകളെല്ലാം ഡിലീറ്റ് ആവുന്നതായിരിക്കും. തൽക്കാലം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല. ഇനി ബാക്കിലോട്ട് വരിക. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് കുറച്ചധികം ഐക്കണുകൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ആദ്യത്തെ ഐക്കൺ സൂചിപ്പിക്കുന്നത് നമ്മൾ റീസെൻ്റായിട്ട് ഉപയോഗിച്ച സ്റ്റിക്കറുകൾ ഏതെല്ലാം എന്നതാണ്. അപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് ഉപയോഗിച്ച സ്റ്റിക്കറുകളെല്ലാം കാണണം എന്നുണ്ടെങ്കിൽ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ടുള്ള ഓപ്ഷൻ എന്നത് വെച്ചാൽ ഫേവറേറ്റ് എന്ന ഓപ്ഷനാണ്. അതായത് നമുക്ക് ഏതെങ്കിലും സ്റ്റിക്കറുകളെ ഫേവറേറ്റ് ആക്കി വെക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി കൂട്ടുകാർ ഏതെങ്കിലും ഒരു സ്റ്റിക്കർ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ ആഡ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഈ സ്റ്റിക്കർ ഫേവറേറ്റ് ലിസ്റ്റിൽ ആഡ് ആവുന്നതായിരിക്കും. അതാണ്ട് നമ്മൾ ആഡ് ചെയ്ത ആ സ്റ്റിക്കർ ഇപ്പോൾ ഫേവറേറ്റ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ ഏത് സ്റ്റിക്കർ വേണമെങ്കിലും നിങ്ങൾക്ക് ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ അടുത്തതായിട്ടുള്ളത് പലതരത്തിലുള്ള സ്റ്റിക്കർ പാക്കുകളാണ് ഇവിടെ ഉള്ളത്. ഓരോ ടാബിലായിട്ട് ഓരോ കാറ്റഗറി സ്റ്റിക്കർ പാക്കുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പുതിയ ഫീച്ചറിൻ്റെ വിശേഷങ്ങൾ. അതുപോലെ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ ഫീച്ചർ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു ബീറ്റ ടെസ്റ്ററാണ്. അതുപോലെ നിങ്ങൾക്കൊരു ബീറ്റ ടെസ്റ്റർ ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ വാട്സപ്പ് ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഫീച്ചറിന് എല്ലാവരും ഒന്ന് നോക്കുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.